ഇറ്റലിയിൽ കഴിഞ്ഞ ദിവസം അവസാനിച്ച ഇറാൻ അമേരിക്കൻ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അമേരിക്കയും അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതായിരുന്നു രണ്ടാം ഘട്ടം റോമിൽ വെച്ച് നടത്തിയിരിക്കുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഒന്നാം ഘട്ടം കഴിഞ്ഞത് ഒമാനിൽ വെച്ചായിരുന്നു. ഒമാനിലെ ചർച്ചയോടനുബന്ധിച്ച് ഏറെക്കുറെ ഒരു രൂപമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാതെ വന്നപ്പോഴാണ് രണ്ടാം ഘട്ട ചർച്ചയാവാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ആ സമയത്ത് തന്നെ ചില അഭിപ്രായ ഭിന്നതകൾ ഇരു രാജ്യങ്ങൾക്കിടയിലും നിലനിന്നിട്ടുണ്ട്. അതിൽ അമേരിക്കയുടെ സർവാധിപത്യം അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ഇറാൻ പറഞ്ഞതാണ് ഏറ്റവും വലിയ വിഷയം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വ്യക്തമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഉണ്ട്. അതിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആവില്ല എന്നുള്ളതാണ് ഒമാനിലെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ രത്ന ചുരുക്കം. അത് അവസാനിച്ചത് ആ ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ ഒമാന്റെ വിദേശകാര്യമന്ത്രിയും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയുമായിട്ടായിരുന്നു ചർച്ച. പിന്നീട് അമേരിക്കയുടെ പ്രതിനിധിയുമായിട്ട് ചർച്ച ചെയ്തു. ചർച്ചയോടനുബന്ധിച്ച് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് അപ്പാടെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല, ചില വിട്ടുവീഴ്ചയോടുകൂടി ആവാം എന്ന തരത്തിൽ ഒന്നാം ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവസാനിച്ചു. അമേരിക്ക പറഞ്ഞു വയ്ക്കുന്ന കാര്യം പൂർണ്ണമായ രീതിയിൽ ആണവായുധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. IAEA ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ അനുമതി നൽകണം. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവർ പറയപ്പെട്ടത്. എന്നാൽ സമാധാനമായിരിക്കുന്ന ആണവായുധ നിർമ്മാണത്തിന് ഇറാന് അവകാശമുണ്ടെന്നും അതിനെ ചോദ്യം ചെയ്യാൻ അമേരിക്കക്ക് അധികാരമില്ലെന്നും ഇത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ്, ഇറാനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ ഇറാൻ മറുപടി പറഞ്ഞു. യുദ്ധത്തിന്റെ മുനമ്പിലാണ് ഉള്ളത്, ആയതിനാൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം എന്നാണ് ഏറ്റവും ഒടുവിലായി അമേരിക്കയുടെ പ്രതിനിധി പറഞ്ഞത്. യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്നും യുദ്ധം കേട്ടി തങ്ങളെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും ഇറാൻ എന്ന് പറയുന്ന രാജ്യം മുമ്പ് പേർഷ്യ രാജ്യമായിരുന്നു. ആ രാജ്യം ഒരുപാട് യുദ്ധത്തെ അഭിമുഖീകരിച്ചതാണ്. തങ്ങളുടെ തലമുറയും തങ്ങളുടെ രാജ്യവും തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങൾക്കും ഇതൊരു പുത്തിരിയൊന്നും അല്ല എന്ന് തിരിച്ചടിക്കുകയും ചെയ്തു. അങ്ങനെ ഏറെക്കുറെ അതൊരു മാന്യമായ രീതിയിൽ പ്രശ്നം അവസാനിക്കില്ല. കാരണം ഉടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയ സമയത്താണ് നമ്മൾക്ക് ഇത് അവസാനിപ്പിച്ച് രണ്ടാം ഘട്ട ചർച്ച കുറച്ചും കൂടിയും വിശാലമായ രീതിയിൽ നടത്താം എന്നുള്ള നിർദ്ദേശം ഒമാന്റെ വിദേശകാര്യമന്ത്രി മുന്നോട്ട് വെച്ചത്. രണ്ടു കൂട്ടരും അത് സമ്മതിച്ചു. അമേരിക്ക സമ്മതിച്ചു, ഇറാന് സമ്മതിച്ചു. അവൻ രണ്ടാം ഘട്ടം ചർച്ച ഒമാനിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഇറാന്റെ കണിശമായിരിക്കുന്ന നിലപാട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി, വിട്ടുവീഴ്ച എന്ന് പറയുന്നത് കൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ ഇറാൻ കേൾക്കണം എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു രാജ്യം എന്ന നിലക്ക് അവർ അംഗീകരിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ രണ്ടാം ഘട്ട ചർച്ചക്ക് അവർ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ചർച്ചക്ക് മുൻപായിട്ട് ദിവസം നിശ്ചയിച്ചു. ആ ദിവസം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആ ദിവസത്തിന്റെ തീയതി പറഞ്ഞത്. എന്നാൽ അതിന്റെ മുൻപായിട്ട് ഇറാൻ മറ്റൊരു നിർദ്ദേശം ഒമാനോട് പറഞ്ഞു. ആ കാര്യം ഇങ്ങനെയാണ്: നമ്മൾക്ക് ചർച്ച ആവാം, പക്ഷെ ചർച്ചയുടെ സ്ഥലം മാറ്റണം. ഒമാൻ മാറ്റിയിട്ട് നമുക്കത് ഇറ്റലി ആക്കണം. ഇറ്റലി കൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്ന കാര്യം, ഇറ്റലി ഏറെക്കുറെ അമേരിക്കയുടെ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ എതിരുണ്ടെങ്കിൽ പോലും പിന്നീട് ഒരു സൗഹൃദ രാജ്യം പോലെ അമേരിക്കയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നു. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നേറാം എന്ന് അമേരിക്ക അഭിപ്രായപ്പെട്ടു. കാര്യമെന്ന് പറയുന്നത്, ഒമാനിൽ നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രധാനമായിരിക്കുന്ന വ്യക്തിയായിട്ട് അല്ലെങ്കിൽ രാജ്യമായിട്ടുള്ളത് ഒമാനാണ്. അപ്പോൾ ഒമാനും ഇറാനും ഏറെക്കുറെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന രീതി അമേരിക്കക്ക് അത് ഫീൽ ചെയ്തു. അതിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇറ്റലിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്.
അപ്പോൾ ഇറ്റലി ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി എത്തി, ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഒമാന്റെ വിദേശകാര്യമന്ത്രി എത്തി, IAEA ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും എത്തി. അങ്ങനെ ഇവർ ഏകദേശം 4 പേര് കൂടിയിട്ടാണ് പല ഘട്ടങ്ങളിലായി ഇറ്റലിയിലെ ഒമാൻ കോൺസുലേറ്റിൽ വെച്ച്, എംബസിയിൽ വെച്ചെന്ന് പറയുന്നത്, കോൺസുലേറ്റിൽ വെച്ചെന്ന് പറയുന്നത്, ഏതായാലും അവരുടെ മേഖലയിൽ വെച്ചിട്ടാണ് ആ ചർച്ചയ്ക്ക് ആരംഭം കുറിച്ചത്. അതിൽ അമേരിക്ക കുറച്ച് കണിശമായിരിക്കുന്ന നിലപാടുകൾ മുന്നോട്ട് വെച്ചു. അത് ഇറ്റലിയുടെ പിന്തുണയോട് കൂടിയാണ് വെച്ചത് എന്നാണ് അനുമാനിച്ചത്. പക്ഷേ ഇറ്റലി യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കുക എന്നല്ലാതെ അമേരിക്കക്ക് സപ്പോർട്ടായിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ല. കാര്യം അമേരിക്കയുടെ എല്ലാ നിലപാടിനോടും ഒരു കാലത്തും ഇറ്റലിക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് ഇസ്രായേലിന് ആയുധം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്തുണയല്ല ഉദ്ദേശിച്ചത്. ആയുധം നൽകിക്കൊണ്ട് വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇതിന് മുമ്പ് തന്നെ ഇറ്റലി ആരോപിച്ച കാര്യമാണ്. അങ്ങനത്തെ ഒരു കടുത്ത എതിർപ്പ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇറ്റലിക്കുണ്ട്. ഇറ്റലി പക്ഷെ അത് പ്രകടിപ്പിച്ചതൊന്നുമില്ല, എന്നാലോ 100% അമേരിക്കക്ക് സപ്പോർട്ടായിരിക്കുന്ന നിലപാട് എടുത്തതുമില്ല. അപ്പോൾ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിലൊന്ന്, അമേരിക്ക മുന്നോട്ട് വെച്ചത് പൂർണ്ണമായ രീതിയിലുള്ള ആണവായുധ നിർമ്മാർജ്ജനം, അത് സാക്ഷികൾ മുഖാന്തരം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ ഇറാൻ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇറാൻ ആ പ്രവൃത്തി ചെയ്യണം. ആ സമയത്താണ് ഇറാൻ പറഞ്ഞത് തങ്ങളുടെ രാജ്യ നിയമ വ്യവസ്ഥയെ ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിന് വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് അമേരിക്കയുടേത്, അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഏതൊക്കെ തരത്തിലുള്ള വിട്ടുവീഴ്ച ആവാമെന്നായി പിന്നെ 2ാം ഘട്ടത്തിലുള്ള ചോദ്യം. അപ്പോൾ അതിന് ഒരു കൃത്യമായിരിക്കുന്ന മറുപടി അവരുടെ ഭാഗത്തോട്ട് വന്നതുമില്ല. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, തങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സമാധാനപരമായിരിക്കുന്ന ഒരു സാഹചര്യം മേഖലയിൽ ഉണ്ടാവണം, മിഡിൽ ഈസ്റ്റ് മേഖലയിലൊക്കെ സമാധാനപരമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യത്തോട് ഇറാൻ സഹകരിച്ചെങ്കിൽ മാത്രമേ യുദ്ധം പോലെയുള്ള ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കൂ. ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും ഇറാൻ അത് നേരിട്ട് പങ്കാളിത്തമുണ്ട്. അത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധമാണെങ്കിലും ഉക്രൈൻ റഷ്യൻ യുദ്ധമാണെങ്കിലും ഒമാൻ യമനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും ഇതിന് പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് ആയുധ സംബന്ധമായും സാമ്പത്തിക സംബന്ധമായിട്ടൊക്കെ നൽകുന്നത് അമേരിക്കയാണ്, ഇറാനാണ് എന്ന് അമേരിക്ക ആരോപിച്ചു. ഇറാൻ ആ കാര്യം നിഷേധിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. നമ്മുടെ ചർച്ച അതല്ലല്ലോ. നമ്മുടെ ചർച്ച ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, നിരായുധീകരണവുമായിട്ട് ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങളാണല്ലോ, അതല്ലേ നമ്മൾ ചർച്ച ചെയ്യാൻ ഉചിതം എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് അവർ പറഞ്ഞെത്തുന്നത്. അപ്പോൾ പിന്നെ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചു. നിങ്ങൾ പറയപ്പെടുന്ന രീതിയിലുള്ള നിർദ്ദേശ കാര്യങ്ങളൊക്കെ പാലിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്കൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനുണ്ട്. സമാനമായ രീതിയിലുള്ള സമാധാനപരമായ രീതിയിൽ എന്ത് ചെയ്യണം, ഈ പറയപ്പെടുന്ന അതേ പ്രവൃത്തികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സമാനമായ രീതിയിൽ ഇസ്രായേലിലും ഇതേ സാഹചര്യങ്ങൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടുത്തെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ പറയപ്പെട്ട പോലെ രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് പരിശോധന നടത്തുകയും ആ പരിശോധനയുടെ നിജസ്ഥിതികൾ ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അല്ലെങ്കിൽ സമർപ്പിക്കുകയും ചെയ്യണം എന്ന രീതിയിലേക്കാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ എത്തിയ സമയത്ത് ഈ വിഷയത്തിന് മറ്റൊരു തലങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം ഇസ്രായേലിനെ തൊട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. അതൊരിക്കലും അവർ ചെയ്യില്ല. അപ്പോൾ ഇസ്രായേൽ പരിശോധന നടത്തണം, അതിനുശേഷം ഇറാനിലാവാം. ഇസ്രായേൽ നിങ്ങൾ പരിശോധന നടത്തിയാൽ ഏത് തരത്തിലുള്ള പരിശോധനയ്ക്കും തങ്ങൾ തയ്യാറാണ്. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ ഇസ്രായേൽ നിർത്തിവെക്കുകയാണെങ്കിൽ തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞതോട് യഥാർത്ഥത്തിൽ അമേരിക്ക അതിൽ പെട്ടുപോയി. അമേരിക്ക കൃത്യമായ രീതിയിൽ മറുപടി പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളാണ് പിന്നീടുണ്ടായത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് പ്രത്യേകമായ രീതിയിൽ ഈ ചർച്ച മുന്നോട്ട് പോകില്ലെന്ന് ഒമാന് ബോധ്യമായി. ഒമാൻ പറഞ്ഞു, നമ്മൾ ചർച്ച ഒരു രൂപമെത്താൻ വേണ്ടി സാധിക്കുന്നില്ല, എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല, ഒരിക്കൽ കൂടി നമ്മൾക്കൊരു വിശാലമായിരിക്കുന്ന ഒരു ചർച്ചയാവാം എന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ അവരെത്തിച്ചു. അങ്ങനെയാണ് 3ാം ഘട്ട ചർച്ച ഈ മാസം 26-ാം തീയതി ആ തീയതി വെച്ചിട്ട് ഒമാനിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്.
ഒമാനിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചതോടനുബന്ധിച്ച് ആ നിലപാട് പറഞ്ഞത് തന്നെ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയാണ്. നമുക്ക് 3-ാം ഘട്ടം ഏറെക്കുറെ ഫൈനലായിരിക്കുന്ന അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ചയാവാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് അതിനുള്ള അവരുടെ മറുപടി എന്ന് പറയുന്ന കാര്യം, അമേരിക്ക പറഞ്ഞ കാര്യം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറ്റലിയിൽ ഇവിടെ വെച്ച്, അതായത് ഇറ്റലിയിൽ വെച്ചോ അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ചോ ആ ചർച്ച ചെയ്യാവുന്നതാണ് എന്നത്. അതിന് ഇറാൻ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 2-ാം ഘട്ടത്തിൽ ഇറ്റലിയിലേക്ക് മാറ്റിയത്, അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്കത് ഇറ്റലിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. ഈ കാര്യമാണ് ഏറ്റവും ഒടുവിലായിട്ട് ഫൈനലായിട്ട് അവർ പറഞ്ഞത്. അപ്പോൾ അത് പറയുന്നതോടനുബന്ധിച്ച് ഇറാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ഇറ്റലിയിൽ വെച്ചോ ഇനി അമേരിക്കയിൽ വെച്ചോ മറ്റേത് രാജ്യങ്ങളിൽ വെച്ച് ചർച്ച ചെയ്താലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടിന് മാറ്റങ്ങളൊന്നുമില്ല. ഞങ്ങൾ എങ്ങനെയാണോ ഒരു രാജ്യത്തിൻ്റെ സമീപനങ്ങളും നിലപാടും ആ നിലപാടിനനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നേറുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിലപാട് മാറി എന്നതുകൊണ്ട്, അതല്ലെങ്കിൽ രാജ്യം മാറി എന്നതുകൊണ്ട് നിലപാടിൽ മാറ്റം വരും എന്നൊന്നും കരുതണ്ട. നമ്മൾക്ക് സമാധാനപരമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഇനിയും ചർച്ച ചെയ്യാം, ഒരുപാട് ചർച്ച ചെയ്യാം, ഞങ്ങളും തയ്യാറാണ്, വിഷയമൊന്നുമില്ല. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന് സമാനമായ രീതിയിൽ ഇസ്രായേലിൽ പരിശോധന നടത്തണം. അപ്പോൾ ഇസ്രായേലിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാത്ത തരത്തിലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന തരത്തിലുമുള്ള ഒരു ചർച്ചയെ പാടുള്ളൂ ഇനി വരാൻ പോകുന്ന ദിവസം ഒമാനിൽ വെച്ച് എന്നൊരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ മുന്നോട്ട് വെച്ചത് ചർച്ചയ്ക്ക് ശേഷം ഒമാനുമായിട്ട് സംസാരിച്ചതാണ്. അമേരിക്ക സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക പറഞ്ഞതാണ്, നമ്മൾക്ക് ഒമാനിൽ വെച്ച് ഇനി വരാൻ പോകുന്ന ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ നമ്മളവിടെ ഇസ്രായേൽ ചർച്ച ചെയ്യാൻ പാടില്ല. ഇറാനാണ് ഇപ്പോഴത്തെ വിഷയം, ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാവൂ എന്ന് മീറ്റിങ്ങിന് ശേഷം, ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഈ വിഷയം എത്രത്തോളം ഗൗരവത്തിൽ എടുത്തുകൊണ്ടായിരിക്കും അടുത്ത ദിവസം വരാൻ പോകുന്ന ദിവസം ഒമാനിൽ വെച്ച് ഇറാൻ ചർച്ച ചെയ്യുക എന്നതിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു പരിഹാരം അല്ലെങ്കിൽ രൂപം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.